സോ നമ്മുടെ 2024 ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കണം, ശരിയല്ലേ? കൺസേൺസ് ഉണ്ട്, നമുക്കറിയാൻ പറ്റും. ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജേർണി ഓഫ് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ, റിവിഷൻസ്, പ്രാക്ടീസ് ടെസ്റ്റ്, മെൻറ്റർഷിപ്സ്, സോ മെനി തിങ്സ് ആർ ദർ. അപ്പം ആക്ച്വലി എക്സാം ക്ലിയർ ചെയ്യാനുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്ക് പ്രിലിംസിൽ എന്തെല്ലാം വീക്ക്നെസ്സസ് ഉണ്ട്, മെയിൻസിൽ എന്തെല്ലാം വീക്ക്നെസ്സസ് ഉണ്ട്, നമ്മുടെ സെൽഫ് പ്രിപ്പറേഷൻ, റിവിഷൻ, പ്രാക്ടീസ് ടെസ്റ്റ്, ഇതിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. സോ യെസ്, ടുഡേ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യുന്നു, നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിനനുസരിച്ച് we will come up with the solutions for making our 2024 one of the best attempt, in fact our final attempt. Okay, അപ്പോൾ എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സർ, ഞാൻ 2 വട്ടം പ്രിലിംസ് എഴുതി. Okay, we will do one thing. I will just note down your problems. Okay. Then we will discuss. Okay. Okay. പറഞ്ഞോളൂ കൃഷ്ണൻ. 2 വട്ടം ഞാൻ പ്രിലിംസ് എഴുതി, പക്ഷെ ക്ലിയർ ആയിട്ടില്ല. സോ എങ്ങനെയാണ് പഠിക്കേണ്ടത്? എന്തായിരുന്നു ഇഷ്യൂ? ഈസ് ഇറ്റ് വിത്ത് GS പേപ്പർ ഓർ വിത്ത് CSAT? GS-ലാണ്. GS-ലാണ്. So 2 times you attempted and the problem is with the GS. Yes. സർ, പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് GS കിട്ടി, CSAT ആയിരുന്നു പോയത്. CSAT ആണ് പ്രധാനമായും. ഓക്കെ, അപ്പോൾ മാളവികയ്ക്ക് CSAT എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ 2024 GS-ഉം CSAT-ഉം എങ്ങനെ ക്ലിയർ ചെയ്ത് മെയിൻസിലേക്ക് എത്താം എന്നുള്ളൊരു സൊല്യൂഷൻ കിട്ടണം അല്ലേ? ഓക്കെ, വി വിൽ ഡിസ്കസ്. എല്ലാവരുടെയും പ്രോബ്ലംസ് നമ്മൾ കേട്ടിട്ട് ഫൈനലി we will discuss. Okay. Sir, already I had given mains. Okay. But my score is very low in essay. Okay. What can I do for that? Okay. So there you struggle with the essay paper, no? Yes, sir. Essay is again very important, like of 250 marks. Yes, and recently the trend is like most of the toppers score very less in essay. Yes, sir. Around 60-70. Yes, sir. For 2 essays, no? Yes, sir. Okay, we will discuss the solution for that. Yes, sir. Okay. സാർ, ഈ മെയിൻസിന് സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും മെയിൻസിന് നമുക്ക് നോട്ട്സ് വേണം. വളരെ ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന അനാലിറ്റിക്കൽ നോട്ട്സ് വി ഹാവ് ടു പ്രിപ്പയർ. ഓക്കെ, പക്ഷേ ഞാൻ മുന്നേ എടുത്ത ടെസ്റ്റ് സീരീസ് ഒക്കെ 1.5 മാസം ഉള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ നോട്ട് ഉണ്ടാക്കലും സിലബസ് കവർ ചെയ്യലും ഒരു ടാസ്ക് അല്ലേ? അതെങ്ങനെ അത് മാനേജ് ചെയ്യാം? അത് ഇതിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഈ 1.5 മാസം കൊണ്ട് നമ്മൾ മെയിൻസിന്റെ ടെസ്റ്റ് എടുക്കലും നോട്ട് മേക്കിങ്ങും സിലബസ് കവറേജ് എല്ലാം നടക്കുമോ എന്നുള്ളതാണ് കൺസേൺ. യെസ്, ഐ നോട്ട്. സാർ, ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരു ടാസ്ക് അല്ലേ? ഇതൊക്കെ നടക്കുമോ പറയുന്ന പോലെ? യെസ്, ഒരു ടാസ്ക് ആണ്, പക്ഷെ തീർച്ചയായിട്ടും നടക്കും. കാരണം ഇതൊക്കെ നടത്തി കാണിച്ച ഒരുപാട് ടോപ്പേഴ്സ് നമുക്ക് മുമ്പേ കടന്നു പോയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പോസിബിൾ. സോ താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങൾ ഇൻഫാക്ട് നമ്മളെപ്പോഴും ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടാവുന്നത്, ശരിയല്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ലെറ്റ് മീ അഡ്രസ് ഇറ്റ് 1 by 1. കൃഷ്ണൻ എന്ന് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, 2 times അറ്റംപ്റ്റ് കൊടുത്തു, പക്ഷേ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. GS ആയിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ GS പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പഠിക്കാൻ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഉണ്ട്, ശരിയല്ലേ? വി ഹാവ് ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പോളിറ്റി, എൻവയോൺമെൻറ്റൽ സയൻസ്, സയൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, CSAT. ഫസ്റ്റ് മെയിൻ ഫോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റിൽ കൂടുതലായിട്ട് സമയം കൊടുക്കുന്നു. എനിക്ക് പൊളിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 24/7 ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലക്ഷ്മികാന്തിലാണ്. ലക്ഷ്മികാന്തിൽ കിടക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, എല്ലാം ലക്ഷ്മികാന്തിലാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ വെയിറ്റേജ് പോകുന്നത് ലക്ഷ്മികാന്ത് പഠിക്കാനാണ്. അത് ഏറ്റവും വലിയ ബ്ലണ്ടറാണ്. എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും നന്നായിട്ട് ഞാൻ കവർ ചെയ്യുന്നതും ഇൻഫാക്റ്റ് ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ലക്ഷ്മികാന്താണ്. പക്ഷേ എനിക്ക് ഇഷ്ടം പൊളിറ്റി ആയതുകൊണ്ട് പിന്നെയും കൂടുതൽ സമയം ഞാൻ കൊടുക്കുന്നത് ലക്ഷ്മികാന്തിനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, എൻ്റെ കുറേ വീക്കറായിട്ടുള്ള ഭയങ്കര വീക്കായിട്ടുള്ള കുറേ സബ്ജക്ട്സ് ഉണ്ട്, അതിന് ഞാൻ സമയമേ കൊടുക്കുന്നില്ല. അതെനിക്ക് ബോറിംഗ് ആയതുകൊണ്ട്, ടഫായതുകൊണ്ട് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുമില്ല. എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഏറ്റവും കൂളായിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതിൽ മാത്രം സമയം കൊടുക്കും. ദാറ്റ് ഈസ് ദ നമ്പർ 1 ഫോൾട്ട്. അപ്പോൾ ഇനിയുള്ള 280 ഡേയ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വീക്കായിട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിൽ കൂടുതലായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ദാറ്റ് ഈസ് നമ്പർ 1 ഫോർ GS പ്രിപ്പറേഷൻ. സെക്കൻഡ് തിങ് ഈസ്, യെസ്, ഇവിടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവുക, ഒരു ടാർഗറ്റ് ഉണ്ടാവുക, പറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ആസ്പിറേഷൻ, അംബീഷൻ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് UPC ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് പറഞ്ഞ സമയത്തെ കാര്യങ്ങൾ വി ഹൗ ടു ഫിനിഷ് ഇറ്റ് ആസ് വി പ്ലാൻഡ്. ആം ഐ റൈറ്റ്? യെസ്, ഒരു ബൈ വീക്ക്ലി ടാർഗറ്റ് 14 ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ഓർ പോളിറ്റി ഓർ ജോഗ്രഫി ഓർ എക്കണോമി. നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ you people have covered the syllabus one time. Am I right? Yes, when you appear for 2024,
എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബൈ വീക്കിലി ടാർഗറ്റ് വെച്ച് ഓരോ സബ്ജക്റ്റും 14 ദിവസം കൊണ്ട് പ്രോപ്പറായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് ടെസ്റ്റ് എടുക്കാൻ പറ്റും. ഒരു ടാർഗറ്റ് ഉണ്ടാവണം, അത് മസ്റ്റായിട്ട് നമ്മൾ ഹിറ്റ് ചെയ്തിരിക്കണം. സോ വി മസ്റ്റ് ഹാവ് എ ഡെയിലി ടാർഗറ്റ്, വി മസ്റ്റ് ഹാവ് എ ബൈ വീക്കിലി ടാർഗറ്റ്. ഓക്കെ, ഫിനിഷിങ് ഈച്ച് സബ്ജക്റ്റ് ഇൻ 14 days. ടെസ്റ്റ് കൊടുക്കണം, നമ്മുടെ പെർഫോമൻസ് അസസ്മെൻ്റ് ഉണ്ടാവണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കെപ്പോഴും ഹെസിറ്റേഷനാണ്. നമുക്കൊരു മെൻറ്റർ അവൈലബിൾ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അവൈലബിൾ ആണെങ്കിൽ തന്നെ അവരോട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് ഇരിക്കുകയും നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഐഡൻറ്റിഫൈ ചെയ്താൽ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളെ തന്നെ ഇമ്പ്രൂവൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ശരിയല്ലേ? അപ്പോൾ GSൽ ടേക്ക് കെയർ ദാറ്റ് ദർ ഷുഡ് ബി ടൈംലി coverage of the syllabus, multiple rounds of the revisions, and taking of these sectional test, full test, and sitting with your mentors for the performance assessment. ശരിയല്ലേ? അത് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും GS നമുക്കൊരു ടെൻഷനേ അല്ല, ഇറ്റ് വിൽ ബി എ കേക്ക് വർക്ക് ഫോർ us. Okay, Malavika, now the second issue was, yes, you said in the prelims Malavika faced the biggest problem was CSAT. Okay, CSAT qualifying paper ആണ്, but still we struggled with the CSAT. അപ്പോൾ ഈ CSAT എന്തുകൊണ്ടാണ് പ്രശ്നക്കാരനാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ കോർ ഏരിയാസിന് ഡ്യൂ വെയിറ്റേജ് കൊടുക്കാത്തത് വലിയൊരു പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ, BTechും MTechും ബാക്ക്ഗ്രൗണ്ടുള്ള ആസ്പിറൻസ് വിചാരിക്കുന്നത് എൻ്റെ കോണ്ട് ഈസ് എ സ്ട്രോങ് ഏരിയ, ഐ വിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ കോംപ്രിഹെൻഷൻ പാർട്ട്. ബട്ട് റിയാലിറ്റി ഈസ് ലൈക്ക്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ചിലപ്പോൾ ദേ ആസ്ക് ക്വസ്റ്റ്യൻസ്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സർപ്രൈസ് വി കുഡ് സീ ദാറ്റ് loads of questions are from permutations or maybe distance and time or maybe from particular areas. Sometimes the questions are very time consuming. Sometimes the choices are a kind of an infinity kind of choices are there. Appo the paper is so time consuming. Appo nammal, if we think that if we overestimate or underestimate CSAT, that is dangerous. What we have to do is we have to give equal weightage to quantitative aptitude, reasoning part and comprehension part. And CSAT il cheyyendathu vechal daily practice should be there. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്സ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, ഏറ്റവും ടഫർ ആയിട്ടുള്ള തിങ്സ് ആർ ദർ. ആൻഡ് ഇറ്റ് ഈസ് വെരി ലക്കി ടു സേ ദാറ്റ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് സോഷ്യൽ മീഡിയാസ് ഒക്കെ അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് ഗൂഗിളും യൂട്യൂബൊക്കെ അവൈലബിൾ ആണ്. എവിടെയെങ്കിലും സ്റ്റക്ക് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് യൂട്യൂബിലും അവൈലബിൾ ആണ്, നമുക്ക് വളരെ കൂളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ നമ്മുടെ ഗാലൻറ്റിൻ്റെ ചാനലിലാണെങ്കിലും ദർ ആർ ലോഡ്സ് ഓഫ് വീഡിയോസ് സോൾവിങ് CSAT, റീസണിങ്, കോംപ്രിഹെൻഷൻസ് എക്സെട്ര. അപ്പോൾ അത് റെഗുലർ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക, ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക. അത് കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, കോണ്ട് ആയിക്കോട്ടെ, ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക. ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ടു 1 hour CSATന് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. അഡ്വാൻറ്റേജസ് നമുക്കൊരു 280 days മുന്നിലുണ്ട്. ഇപ്പോഴേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ CSAT വിൽ ബി എ കേക്ക് വർക്ക് ഫോർ യു. റെഗുലർ പ്രാക്ടീസ് ഇസ് ദ സൊല്യൂഷൻ. ഓക്കെ. Yes, Mandesh, and now I will address what Mandi faced, which is the problem with the essay in the mains paper, no? So we know that in the mains part, there is General Studies paper 1, paper 2, paper 3, paper 4, essay paper is there, optional is there. Now coming to essay, the problem with the essay is, many students think that the GS knowledge is enough. I mean, if you just dump the GS knowledge into essay is over. That is a blunder idea. Actually, that content is required. Sometimes lots of themes are there, maybe 20 to 25 themes are there. Sometimes they ask on child safety, women empowerment, poverty, education, or it is inclusive growth, or it is something which is related to ecological issues or disaster management, something or related to history, change we need, quotes of the thinkers. So different themes are there. It is very essential to understand that essay is kind of the script of a movie. You see that you write in 12 pages, you write in 1200 words, and here 2 topics you have to write in essay. It's a 3 hours time, 250 marks. Each answer carries 125 marks. Am I right? So the thing is like essay is something I would say that you must have a content and you must have the creativity of writing, creativity of answer writing. It is more or less, I would say, a literary work rather than simply writing the precise general answers. Okay. So you should know how to start an essay, how to end an essay, or how the different dimensions, 8 to 10 or 12 dimensions are interrelated, interwoven, interconnected with each other, and how to present the examples, evidences, case studies,
in the in the situational or maybe how to connect with that particular contest, So the thing is, essay, I would say that it's something which requires continuous effort. At least I would say that every weekend you should write at least one essay. Okay, half an hour you put into brainstorming of an essay topic, then next 1 hour you put into maybe it's like writing an essay. Now the thing is like biggest problem students face is they deviate from the topic. Sometimes they deviate. Okay, they are writing on this child safety, then they end up with the domestic violence, or they go up to women empowerment, or they go up to the problems of adolescents, or the economy of the nation, or about the developmental issues of the nations. They shift from the main topic. That is the biggest problem with the many students. Okay, another issue is like they don't know how to conclude an essay, or how to connect each dimension with the other, how to maintain that coherent flow of the essay. So for which I would say that the regular practice, once you understood the structure is, essay, I would say that there is a root, there is a stem, there are branches, and finally there is fruit, and that fruit is your conclusion. That is the final, the climax of your movie. Okay, so the thing is, regular practice matters a lot, and the content matters a lot. Regular evaluation matters a lot. So don't think that after prelims, in the last 90 days of the mains, I will try 1 or 2 essays. That will not work out. Right from now onwards, you must have a continuous practice of essay in every weekend, and finally, you will be in a position to write 2 essays, and your paper will be of 120, 130 or 140 plus. Okay, it is also part of our RRR 2.0 program, and we have that essay Odyssey program included in the program. യെസ് അദ്വൈത, ഇനിയിപ്പോൾ നമുക്കുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് നോട്ട് മേക്കിംഗ് ആണ്. നോട്ട് മേക്കിംഗ് എങ്ങനെ 1.5 മാസത്തിൽ നോട്ട് മേക്കിംഗ് പോസിബിൾ ആണോ? ഈ 1.5 മാസം കൊണ്ട് നമുക്ക് നോട്ട് മേക്കിങ്ങും സിലബസ് കവറേജും റിവിഷൻസും എല്ലാം പോസിബിൾ ആണോ? ടെസ്റ്റ് എല്ലാം പോസിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻഫാക്ട് നോട്ട് മേക്കിംഗ് ഭയങ്കര ക്രൂഷ്യലാണ്. ഇൻഫാക്റ്റ് നമ്മുടെ GS 1, 2, 3, 4 നോട്ട് മേക്കിംഗ് ക്രൂഷ്യലാണ്. അതും വളരെ ക്വിക്കായിട്ട് ഒരു റിവിഷൻ സമ്മറി നോട്ട്സ് പോലെ നമുക്ക് മൊഡ്യൂൾ വൈസ് ചെയ്തു പോകാൻ പറ്റുമെങ്കിൽ, ദാറ്റ് ഈസ് ടോപ്പിക് വൈസ് ചെയ്തു പോകാൻ പറ്റുമെങ്കിൽ മച്ച് ബെറ്റർ. നൗ നോട്ട് മേക്കിങ്ങും ഈ പറഞ്ഞ ടെസ്റ്റ് എല്ലാം 1.5 മാസം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനോടും ജസ്റ്റിസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു സെറ്റ് എ പ്ലാൻ ഓഫ് 6 months. ഇൻ 6 months വി ഫിനിഷ് വളരെ ഡീസൻ്റ് ആയിട്ട് എലഗൻ്റ് ആയിട്ട് നമ്മൾ മെയിൻസ് GS 1, 2, 3, 4 പേപ്പേഴ്സിൻ്റെ സിലബസ് ഭംഗിയായിട്ട് റിവൈസ് ചെയ്യുന്നു. റിവൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് നോട്ട്സ് എഴുതുന്നു, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, അതിൽ വാല്യൂ അഡീഷൻസ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് അത് വെച്ച് നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് ടെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ മേക്ക് ഇറ്റ് എ പ്രോഗ്രാം ഓഫ് 6 months. Okay, you can go up to January, even up to February, nothing wrong in that, because there are core subjects like നമ്മുടെ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, പോളിറ്റി ആയിക്കോട്ടെ, എൻവയറമെൻ്റൽ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കണോമി ആയിക്കോട്ടെ, ഇതെല്ലാം കോർ സബ്ജക്ട്സ് പ്രിലിംസ് മെയിൻസ് ഇൻ്റഗ്രേറ്റഡ് ആണ്. രണ്ടും ഒരുമിച്ച് കവർ ചെയ്യേണ്ട സൈമൾട്ടേനിയസ് ആയിട്ട് പോകേണ്ട പേപ്പേഴ്സാണ് ഈ പറഞ്ഞ കോർ സബ്ജക്ട്സ് എല്ലാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ യു സെറ്റ് എ പ്ലാൻ ലൈക്ക് ദീസ് ഈസ് ഈക്വൽ വെയിറ്റേജ് ഗിവൺ ടു ഇറ്റ്സ് മെയിൻസ് പാർട്ട് ഓൾസോ. ഓക്കെ, അത് ഓരോ ദിവസം ഫോർ എക്സാമ്പിൾ യു ആർ ഡൂയിങ് സംതിങ് വിത്ത് farm subsidies, you are doing something with food processing industries, or you are doing something with India-Bangladesh relations. When you deal that particular unit or theme, just to prepare ഒരു A4 ഷീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സിംഗിൾ പേജിൻ്റെ ഒരു റിവിഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യൂ. കോർ പോയിന്റ്സ് വെച്ചിട്ടുള്ള റിവിഷൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യൂ. അതിൽ കറണ്ട് അഫയേഴ്സ് അപ്ഗ്രേഡ് ചെയ്യൂ. അത് നന്നായിട്ട് റിവൈസ് ചെയ്ത് ഒബ്വിയസ്ലി അങ്ങനെ ഓരോ സബ്ജക്റ്റും അതിൻ്റെ തീം വൈസ് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് മോഡ്യൂൾ വൈസ് പ്രോപ്പറായിട്ട് റിവിഷൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഒരു പർട്ടിക്കുലർ പ്ലാൻ ഫോളോ ചെയ്യുക, ഒരു സ്കെഡ്യൂൾ ഫോളോ ചെയ്യുക, പ്രോപ്പറായിട്ട് ടെസ്റ്റ് എടുത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് ഒരു 6 മാസം കൊണ്ട് യു മേക്ക് ഷുവർ ദാറ്റ് യുവർ മെയിൻസ് ഈസ് സൂപ്പർ സ്ട്രോങ്. യു പ്രിപ്പയർഡ് the short notes or revision notes for every unit, every module by the time you finish the test of the mains papers also. Okay, അപ്പം 1.5 മാസത്തേക്കാൾ ഉപരി ഒരു 6 മാസത്തെ പ്രോഗ്രാമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോഴേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കൂളായിട്ട് നമുക്ക് പ്രിലിംസിനോടൊപ്പം തന്നെ മെയിൻസും കൊണ്ടുപോകാം. ബൈ ജാൻ അല്ലെങ്കിൽ ഫെബ്രുവരി കൂടിയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ആദിത്യൻ ചോദിച്ചത് ഇതൊരു ടാസ്ക് അല്ലേ, ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളതാണ്. ലെറ്റ് മീ ടെൽ യു വെരി ഫ്രാങ്ക്ലി ആദിത്യൻ, നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും, ഈവൻ നമുക്ക് ഒരു വണ്ടി ഓടിക്കണമെങ്കിലും അല്ലെങ്കിൽ നീന്താൻ പഠിക്കണമെങ്കിലും
അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ശരി, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള എഫേർട്ടുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. നൗ വി ആർ അപ്പിയറിംഗ് ഫോർ സിവിൽ സർവീസസ്. നമ്മുടെ ഭയങ്കര ഒരു വലിയൊരു ഡ്രീമാണ് ടു സർവ് ദ ഇന്ത്യൻ സിവിൽ സർവീസസ്. അത് IPS ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, IFS ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒബ്വിയസ്ലി അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എഫേർട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ കേക്ക് വർക്ക് ഫോർ us. ഓക്കെ, സോ അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്തും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്കൊരു ടാസ്ക് ആയിരിക്കത്തില്ല, ഒരു സോക്കോൾഡ് ഹെർക്കുലിയൻ ടാസ്ക് ആയിരിക്കത്തില്ല. നമുക്ക് വളരെ എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് അത്. ഒബ്വിയസ്ലി നമുക്ക് ചുറ്റുമുള്ള എല്ലാ സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസിനെ എടുത്തു നോക്കുക. ഈ റീസെൻ്റ്ലി ടോപ്പേഴ്സ് ആയിട്ടുള്ള സിവിൽ സർവീസിൽ എത്തിയേക്കുന്ന ആൾക്കാരെ എടുത്തു നോക്കുക, അല്ലെങ്കിൽ പല ഫീൽഡിലും സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും അവരവരുടെ ഫീൽഡ് അത്യാവശ്യം നല്ലോണം എഫേർട്ട് ഇട്ട്, അതും സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് എഫേർട്ട് ഇട്ടപ്പോഴാണ് സക്സസ്ഫുൾ ആയേക്കുന്നത്. സോ ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. കാരണം വെറും 0 ഗ്രാവിറ്റി അല്ലെങ്കിൽ 0 ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ സ്വയം കഠിനാധ്വാനം കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് ടെസ്റ്റുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് സർവീസിലെത്തിയ ഒരുപാട് പേര് നമുക്ക് മുമ്പേ ഉണ്ട്. ശരിയല്ലേ? അത് ജസ്റ്റ് ഒരു യൂട്യൂബിൽ വീഡിയോ ഓപ്പൺ ചെയ്ത ഒരുപാട് സക്സസ് സ്റ്റോറീസ്, നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് കാണാൻ പറ്റും. പോസിബിൾ ആണോ? തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവണം, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കൂട്ടം മെൻറ്റേഴ്സിൻ്റെ ഗൈഡൻസ് ഉണ്ടാവണം, ഭംഗിയായിട്ട് ചെയ്ത് പോകാൻ പറ്റണം. ഈ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ബോറിംഗ് ആയിട്ടുള്ള സംഭവങ്ങളെയും പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെക്കാനിസം വേണം. ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു പ്രോഗ്രാമാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ RRR 2.0 എന്ന് പറയുന്ന പ്രോഗ്രാം. അതിൽ നമ്മുടെ പ്രിലിംസും മെയിൻസും എല്ലാം ഭംഗിയായിട്ട് കവർ ചെയ്യുന്നു. നോട്ട് മേക്കിങ്ങിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. റിവിഷൻസ്, പ്രിലിംസ് മെയിൻസ് റിവിഷൻ ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോർ നമ്മുടെ അടുത്തിരുന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു പേഴ്സണൽ മെൻറ്റർ നമുക്ക് ക്രൂഷ്യലാണ്. ശരിയല്ലേ? ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അത് എങ്ങനെ എടുക്കും എന്നൊരു ടെൻഷൻ ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് പറയാൻ മടിയുണ്ടാവും. കേൾക്കുന്ന ആൾക്കാർ അതെങ്ങനെ എടുക്കും? അവർ നമ്മളെ കളിയാക്കുമോ? അവർ നമ്മളോട് ഹാർഷായിട്ട് സംസാരിക്കുമോ? കൺസേൺസ് ആണ്. ഇവിടെ അങ്ങനത്തെ ഒരു കൺസേൺസും ഇല്ല. ജസ്റ്റ് ലൈക്ക് എ ഫാമിലി, ജസ്റ്റ് ലൈക്ക് അവർ എൽഡർ ബ്രദർ ഓർ സിസ്റ്റർ. യെസ്, ദ മെൻറ്റർ ഈസ് ദർ ആൻഡ് വി ക്യാൻ ഓപ്പൺ അപ്പ്. നമ്മുടെ പ്രോബ്ലംസ് അവരോട് സംസാരിക്കാം ആൻഡ് ദേ വിൽ ഗീവ് ദ ഷുവർ ഷോർട്ട് സൊല്യൂഷൻസ് ടു അവർ പ്രോബ്ലംസ്. പിന്നെ എന്തും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തെങ്കിലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഇൻറ്റൻഷൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിഗോറസ് ആയിട്ടുള്ള ഒരു സോക്കോൾഡ് ഒരു മോണിറ്ററിങ് മെക്കാനിസം ഉണ്ട് അവിടെ. നിങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന RRR 2.0. അപ്പോൾ നമുക്ക് ശക്തമായിട്ട് നമ്മളെ പുഷ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ടും അല്ലെങ്കിൽ വ്യക്തമായിട്ടുമുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ 2024. അപ്പോൾ we will start the program together. We will enjoy and we will do it in a time-bound manner, in a very disciplined, systematic manner until we clear this. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് 2024 പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഓക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും കോമൺ പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ടോ 2.5 വർഷമായിട്ടോ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ മേ ബി മൾട്ടിപ്പിൾ പ്രിലിംസ് കൊടുത്തു, അല്ലെങ്കിൽ GS പെർഫോം ചെയ്യാൻ പറ്റിയില്ല, CSAT പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മെയിൻസിൽ ബിക്കോസ് ഓഫ് 1 പേപ്പർ എത്തിക്സ് ഓർ SA ഓർ ഓപ്ഷണൽ യു കുഡിൻ ക്ലിയർ. നോട്ട് മേക്കിംഗ് ഒരു ടാസ്ക് ആണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെയിൻസിൻ്റെ ടെസ്റ്റുകൾ എടുക്കാൻ പറ്റുന്നില്ല. പല ഇഷ്യൂസ് ഉണ്ടാവാം. ആ പല ഇഷ്യൂസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഏരിയാസിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീം ഓഫ് മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ലൈക്ക് ടോപ്പേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റിയാലിറ്റി. ശരിയല്ലേ? അപ്പോൾ ദിസ് ഈസ് എ മെസ്സേജ് ടു യു ഗൈസ് ടു if you feel that these are your problems, yes, feel free to open up, yes, sit with the mentors and get the solid solution for making your preparation a grand success. Thank you.